SFIക്കാർക്ക് മർദ്ദിക്കണമെങ്കിൽ തന്നെ മർദ്ദിക്കട്ടെ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കാർ നശിപ്പിക്കാൻ അനുവദിക്കില്ല. റൂട്ട് മാറ്റിയത് ഭയം കൊണ്ടാണെന്ന് കരുതുന്നെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. SFIയെയും പോലീസിനെയും നിയന്ത്രിക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണ്. കണ്ണൂർ VCയുടെ നിയമനത്തിൽ സർക്കാർ പുനഃപരിശോധനാ ഹർജി നൽകിയതിൽ പ്രതികരിക്കാനില്ലെന്നും ഗവർണർ പറഞ്ഞു. They damaged the car. So I'm not going to sit in the car. If they want to hit me, let them hit me. I won't allow them to hit the car. But I do not decide about my route. That is for the SFI belongs to the ruling party. The police is also being controlled by the ruling party. So what can I say about? Okay, so if they say, they are most welcome to say whatever they may be quoting. It is not for me to comment upon it. It is for the Honorable Supreme Court, not for me. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, കഴിഞ്ഞ ദിവസം രണ്ട് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിൽ പരസ്പരം മുഖത്തോട് മുഖമൊന്നും നോക്കുക പോലും ചെയ്തില്ല. ശരീരഭാഷയിൽ നിന്ന് തന്നെ കാലുഷ്യം വ്യക്തമായിരുന്നു. ഇപ്പോൾ വീണ്ടും അവിടെ എത്തുമ്പോഴും ഗവർണർ നിലപാടിലൊന്നും ഒട്ടും അയവില്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. SFIയെ ആ ക്രിമിനൽ സംഘടനയായി തന്നെയാണ് കരുതുന്നത് എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രതികരിച്ചുമല്ലോ, പ്രത്യേകിച്ച് സർക്കാരിന്റെ കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജിയിൽ. ക്രിസ്റ്റീന, ഗവർണർ തന്റെ നിലപാട് തുടരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചത് ചടങ്ങിന് എത്തിയപ്പോൾ തന്നെ താൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അക്കാര്യം അല്ലെങ്കിൽ ആ സന്ദർഭത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതേസമയം SFI തനിക്ക് നേരെ പ്രതിഷേധം നടത്തിയാൽ ഇനിയും വാഹനത്തിന് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇനിയും പ്രതിഷേധമുണ്ടായാലും താൻ വാഹനത്തിന് പുറത്തിറങ്ങും. കാരണം അവർക്ക് വേണമെങ്കിൽ തന്നെ ആക്രമിക്കാം, എന്നാൽ വാഹനത്തെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. കാരണം ഗവർണറുടെ വാഹനം എന്നുള്ളത് പൊതുമുതലാണ്. അതുകൊണ്ട് തന്നെ ആ പൊതുമുതൽ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതേസമയം ഇത്തവണ ഡൽഹിയിലേക്ക് വരുമ്പോൾ സാധാരണ പതിവുള്ള റൂട്ട് ഒഴിവാക്കിയത് സംബന്ധിച്ച്, റൂട്ട് മാറിയതിനെ കുറിച്ച് തനിക്ക് അറിവില്ലായിരുന്നു എന്നും അത് തൻ്റെ വിഷയമല്ല എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഈ റൂട്ട് എങ്ങനെ വേണം എന്നുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആണ് തീരുമാനിക്കേണ്ടത്. SFIയെയും പോലീസിനെയും നിയന്ത്രിക്കുന്നത് ഭരണ പാർട്ടിയാണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതേസമയം ഈ കണ്ണൂർ VCയുടെ കാര്യത്തിൽ സംസ്ഥാനം പുനഃപരിശോധന ഹർജി നൽകിയ വിഷയത്തിൽ തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നും അക്കാര്യത്തിൽ അല്ലെങ്കിൽ നേരത്തെയുള്ള ഉത്തരവിനെ അതൃപ്തിയുണ്ടെങ്കിൽ അത്തരത്തിൽ മേൽക്കോടതിയിൽ അപ്പീൽ പോകാൻ അവകാശമുണ്ട് ആർക്കാണെങ്കിലും. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. അക്കാര്യത്തിൽ തനിക്ക് പ്രതികരിക്കാനില്ല. ഇനി നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കേണ്ടത് കോടതിയാണ് എന്നുമാണ്. കോടതി അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഹർജിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നുമാണ് ഗവർണർ പ്രതികരിച്ചത്. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു